നിന്നെ കൊണ്ട് സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ലോ? വാ പോവാ. ഇപ്പം വരാം, കഴിഞ്ഞു. ഓക്കെ ഓക്കെ, ഞാൻ സൂമിൽ വരാം. വരുൺ. ഹണിമൂണൊക്കെ അതിന് ഉണ്ടായിരുന്നു. അടിപൊളി. അടിച്ചു പൊളിച്ച്. ഞാൻ സ്ലിം ആയിട്ടില്ലേ? ഞാൻ സുന്ദരനാവെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ട്? അല്ല നിങ്ങൾ ഇതുവരെ ഇറങ്ങിയില്ലേ? ഞാനിത് തീർത്തിട്ട് ഇറങ്ങോ, അത് ഞാൻ നോക്കിക്കോളാം. അല്ല പോയിക്കോളൂ. അപ്പം ശരി. അയാൾക്ക് നിന്നെ ഭയങ്കര കെയർ ആണല്ലോ. എന്ത് കെയർ? അതെ, ഇന്ന് ഞാൻ നല്ല തിരക്കായിരുന്നു. അതാ പുള്ളിക്കാരനെ കൊണ്ടുവിടാൻ ചേട്ടാ. ശരി, സൂം മീറ്റിംഗ് ഉണ്ട്. ശരി, കുഴപ്പമില്ല. നിനക്ക് ആ സ്കൂട്ടറിൽ ഒന്നുകൂടെ ജോലിക്ക്? എന്തിന്? ഒരാളെ നമ്മൾ ഫ്രീ ആയിട്ട് കൊണ്ടുവിടാനുള്ളപ്പോൾ പിന്നെ വെയിൽ കൊള്ളണോ? ഇങ്ങനെ മോനെ. ആ രാജുവാണ് ഇവിടെ പണിക്കൊക്കെ വരാറ്. വന്നപ്പോ പ്ലംബർമാർക്കൊക്കെ എഞ്ചിനീയർമാരെ തിരക്കായി പോയി അല്ലേ? എഞ്ചിനീയർമാർക്കല്ലേ പണിയില്ലാത്തത്, ഞങ്ങൾക്കൊക്കെ പിടിപ്പത് പണിയാ. കണ്ട ഒരു പെരിഞ്ചാഴി പോണുണ്ടോ? അത് പെര തുറന്ന് കളയാറായി. കേണി വെച്ചാലോട്ട് ചാവേ ഇല്ല. എവിടെയൊക്കെ കിടക്കണുണ്ടോ? അപ്പുറത്തൊക്കെ അതെ, തുറന്നിട്ടേക്കാം. അടിപൊളി. ഇവാൻ, ഇതാരുടെ ചുരിദാറ്? ഇത് ഇവളുടെ. ഇതെന്റെ ഫ്രണ്ടിന്റെയാ. ഓ, ഇവിടെ ഇത് മറിച്ചിട്ടായിരുന്നു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഇതാണല്ലോ അവളെ ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള കൂട്ടുകാരിയുടെ വീട്. കൂട്ടുകാരിയാ? ഇതല്ലേ? ഓ, അപ്പൊ മോൻ എന്റെ പേര് നോക്കിയല്ലേ അവൾക്ക് പേരിട്ടോ ഇവാന്ന്. ചേട്ടനാണ്. ചേട്ടനാണോ? ചേട്ടനുള്ള കാര്യം മുമ്പ് പറഞ്ഞിട്ടില്ലല്ലോ. ഓ, മോൻ കേറിയിരിക്കേ. ഇല്ല, ഞാൻ ഇറങ്ങാം. അമ്മേ, എന്താ മോനെ? ഞാൻ കാശ് വാങ്ങിയില്ല. അയ്യോ, 300. എടി മോളെ, ആ കാശ് എടുത്ത് കൊടുത്തേ. ഞാനത് മറന്നു കേട്ടോ, സോറി. അമ്മേ, ഞങ്ങളൊന്നും അവൾക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഇതൊന്നും പറയണ്ട. ഏത് കാര്യം? അവള് കുറച്ച് ദുരൂഹതയാണ്. എന്താണെന്ന് എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല. അവൾ ഇങ്ങോട്ട് വരാറുള്ളതുകൊണ്ട് പറയാ. അവളെന്തെങ്കിലും മരുന്ന് കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല? ഇല്ല, ഒന്നും പറയാറില്ലല്ലോ മോനെ. ചെറുപ്പത്തിലുണ്ടായൊരു ഷോക്കാണ്. അവളെന്താ പറയുക ചെയ്യണേന്നൊരു പിടുത്തം കിട്ടില്ല. ഗുളിക്കൊക്കെ ഉണ്ട് കഴിക്കാം, എന്നാലും കഴിക്കില്ല. ഞാൻ എന്തെങ്കിലും പറഞ്ഞ വലിയ പ്രശ്നവും. ചേട്ടാ, ക്രെഡിറ്റ് ആയില്ലേ? ആ മെസ്സേജ് വന്നിട്ടുണ്ട്. മെന്റലൊന്നുമല്ല, എന്നാലും ഒന്ന് സൂക്ഷിച്ചു പോട്ടെ.